രാഷ്ട്രീയ നിരീക്ഷകൻ എൻ പിയേഴ്സൺ മാഷാണ് നമ്മോടൊപ്പം. മാഷേ നമസ്കാരം. നമസ്കാരം. നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്ന് 80-ാം വയസ്സ് തികയാണ്. രാഷ്ട്രീയ രംഗത്തെയും പൊതുപ്രവർത്തക രംഗത്തേക്ക് നിരവധി ആളുകൾ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഈ ഒരു 9 വർഷം, ഇപ്പോൾ 10-ാം വർഷത്തിലേക്ക് കടക്കാൻ പോവാണ്. 9 വർഷം എന്ത് പിണറായി കേരള സമൂഹത്തിന് നൽകി ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ? ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോവുകയാണോ ചെയ്തത്, അതോ കൂടുതൽ തളർത്തുകയാണോ ചെയ്തത്? വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണത്. വളരെ ആഴത്തിൽ തന്നെ പരിശോധിച്ച് മറുപടി പറയേണ്ടതായിട്ടുള്ള ഒന്നാണത്. പക്ഷേ നമ്മളിപ്പോൾ അത്ര അഗാധമായിട്ടുള്ള രീതിയിൽ പരിശോധിക്കുന്നതിന് പകരം പൊതുവെ നമ്മളുടെ സമൂഹത്തിലെ ആളുകൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്നതൊക്കെ വളരെ സൂപ്പർഫിഷ്യലായി ഈ കാര്യങ്ങൾ പറയാനായിരിക്കും നമുക്കിപ്പോൾ പറ്റുകയുള്ളൂ. നമുക്ക് ആ രീതിയിൽ തന്നെ അത് കാണാം എന്നാണ് എനിക്ക് ഒന്ന്. 80-ാം വർഷം അല്ലെങ്കിൽ 80 വർഷം പൂർത്തീകരിച്ച ആ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടം വരെ അത്യുജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു അധ്യായമായിരുന്നു എങ്കിൽ പിന്നീട് അധികാരത്തിൻ്റെ ഒരു അധ്യായമായിട്ടത് മാറിത്തീർന്നു എന്നുള്ളതാണ്. പോരാട്ടത്തിൻ്റെ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വലിയ തരത്തിൽ ജനകീയമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു ചരിത്രമാണുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ കാലം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് നഷ്ടത്തിൻ്റെയും അതേപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള അധികാരത്തിൻ്റെ തലത്തിൽ നേട്ടത്തിൻ്റെയും വർഷങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഈ കഴിഞ്ഞ 10 വർഷങ്ങളല്ല, അതിനു മുമ്പുള്ള 10-20 വർഷങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിലെ CPM എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ ശക്തിദുർഗമായി മാറിക്കഴിഞ്ഞ ഘട്ടമായിരുന്നു. അദ്ദേഹം CPMൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ മേഖലയിൽ നിന്നും അധികാരത്തെ അദ്ദേഹത്തിലേക്ക് സ്വാംശീകരിക്കാൻ അമാസ് ചെയ്യാനായിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ള കഴിവ് അദ്ദേഹം കാണിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് തന്നെ എതിരാളികളില്ലായിരുന്നു എന്നുള്ളതാണ്. ഉണ്ടായിരുന്നത് VS ആയിരുന്നു. VSൻ്റെ കാലത്ത് VS പിണറായി എന്ന് പറയുന്ന ദ്വന്ദ്ം പാർട്ടിക്കകത്ത് അതിശക്തമായി നിൽക്കുകയും പാർട്ടിയെ മുതലാളിത്തവൽക്കരിക്കുന്ന വലതുപക്ഷവൽക്കരണ പ്രക്രിയയുടെ ആക്കം കൂട്ടുന്ന നേതാവ് എന്ന നിലയ്ക്ക് പിണറായി വിജയൻ വായിക്കപ്പെടുകയും VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ആദർശാത്മകമായിട്ടുള്ള രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുകയും അതുപോലെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രതീകം എന്ന നിലയ്ക്ക് വായിക്കപ്പെടുകയും ചെയ്യും. ഇത് വായനകളാണ്, വേണമെങ്കിൽ അതിവായനകളെന്നുകൂടി നമുക്കതിനെ വിശേഷിപ്പിക്കാം. കാരണം ഇത് രണ്ടും പൂർണ്ണമായി ശരിയായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പിണറായിയും അതേപോലെ തന്നെ VSും തമ്മിൽ അവരൊരുമിച്ചാണ് അധികാരം പിടിച്ചെടുക്കുന്നത്. CITയും അതേപോലെ തന്നെ VSും തമ്മിലുള്ള ഒരു യുദ്ധകാലം അതായിരുന്നു ആദ്യത്തെ പാർട്ടിക്കകത്തുള്ള വിഭാഗീയതയുടെ ശക്തമായിട്ട് കാലം എന്ന് പറയും. അതായത് കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ VS അച്യുതാനന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അതോടുകൂടിയാണ് VS ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ CPMൻ്റെ ഷാഡോ ഗ്രൂപ്പായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് EMS, നയനാർ തുടങ്ങിയ വലിയ ശക്തികളുടെ ഒരു കേന്ദ്രം, പ്രത്യേകിച്ച് CIT അടങ്ങുന്ന KN രവീന്ദ്രനെ പോലുള്ള ഉജ്ജ്വലനായിട്ടുള്ള നേതാക്കൾ, അവരൊക്കെ MN ലോറൻസ്, അങ്ങനെ സമുജ്വലമായിട്ടുള്ള നേതാക്കളുടെ സംഘമായിരുന്നു. അതിനെ CIT ഗ്രൂപ്പാക്കി മാറ്റി അതിനെതിരെ VS ഗ്രൂപ്പ് വരുന്നതാണ് ആദ്യത്തെ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഘട്ടം. അത് വളർന്ന് കുറേ നാളുകൾ കഴിഞ്ഞു VSനൊപ്പം പിണറായി ചേരുകയും അങ്ങനെ പിണറായിയും VSും ഒരുമിച്ച് ചേർന്ന് CIT പക്ഷത്തെ പരാജയപ്പെടുത്തുകയും പാലക്കാട് സമ്മേളനത്തിൽ അവരെ മുഴുവൻ വെട്ടി നിരത്തുകയും ചെയ്തു. അതാണ് ഒരു ചരിത്രം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പതുക്കെ പിണറായി VSനെതിരായിട്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ അധികാരത്തിൻ്റെ തർക്കം ആരംഭിക്കുകയും ആ അധികാര തർക്കത്തിൽ പിണറായി വിജയൻ മലപ്പുറം സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നു, അധികാരം പിടിച്ചെടുത്ത് VS ഗ്രൂപ്പിനെ ഏതാണ്ട് ഇല്ലായ്മ ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. അന്നാണ് മലയാള മനോരമയിൽ വെണ്ടക്ക നിരത്തിയത്. വിജയൻ പിണറായി എന്നാണ് മിന്നൽ പിണറായി എന്ന് പറയുന്നതാണ്. അപ്പോൾ മിന്നൽ പിണറായി പിണറായി വിജയനെ വാഴ്ത്തിയ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ അവിടെയാണ് പിന്നീട് പാർട്ടി പതുക്കെ ഈ പിണറായി വിജയൻ്റെ കൈകളിൽ അമരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് പാർട്ടിയിലെ എല്ലാവിധമായിട്ടുള്ള അധികാരം അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചു. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. മുഖ്യമന്ത്രിയായിട്ട് വരുന്നതോടുകൂടി
അതിക്ക് മുൻപുള്ള ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എനിക്ക് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ പാഠം മാസികയുടെ ഒരു തലക്കെട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് എം.എൻ. വിജയൻ മാഷ് എഴുതിയതാണെന്ന് തോന്നുന്നു. അതായത് എം.എൻ. വിജയൻ മാഷും സുധീഷായിരുന്നു അതിൻ്റെ എഡിറ്ററൊക്കെ. പാർട്ടിയെയും കൊണ്ട് പിണറായി വിജയൻ നടത്തുന്ന ശവഘോഷയാത്ര, ഏതാണ്ട് ആ രീതിയിലാണ് ആ വരികൾ എന്ന് പറയുന്നത്. അതിപ്പോൾ ഏതാണ്ട് ആ വാക്കുകൾ അന്വർത്ഥമാവുകയാണ്. അപ്പം അന്ന് അത് വലിയ യുദ്ധമായിരുന്നല്ലോ ശരിക്കും പറഞ്ഞു. അന്ന് പാർട്ടിയുടെ ആദർശാത്മകമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് വിഭാഗീയ പ്രവർത്തനങ്ങളന്ന് വായിക്കപ്പെട്ടത്. അത് കഴിഞ്ഞു, അങ്ങനെ കാലം കടന്നുപോയി. പക്ഷെ അതുവരും പാർട്ടിക്കകത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകതയുണ്ട്. പാർട്ടിക്കൊരു മുഖ്യമന്ത്രി വരും, പാർട്ടിക്കൊരു സെക്രട്ടറി ഉണ്ടാകും. രണ്ടും രണ്ട് പവർ സെൻറ്ററുകളായിരുന്നു. ആ പവർ സെൻറ്ററുകളിൽ ഏതാണ് ശക്തിയുള്ളത് എന്ന് ചോദിച്ചാൽ അത് പാർട്ടി സെക്രട്ടറി എന്നാണ് അതുവരെയും എഴുതപ്പെട്ടിരുന്നത്. വി.എസ്. അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറിയെ ഇരിക്കുന്ന സമയത്ത് ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ഇ.കെ. നായനാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ വരച്ച വരയിൽ നിർത്തുകയായിരുന്നു വി.എസ്. ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് പാർട്ടി സെക്രട്ടറി പവർ എന്ന് പറയും. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത തരത്തിൽ മാറിയ ഒരു ക്രെംലിൻ കൊട്ടാരമായിട്ടാണ് അക്കാലത്ത് AKG സെൻറ്റർ വിശേഷിപ്പിക്കപ്പെട്ടത്. സോവിയറ്റ് പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിചാരിക്കാം. പക്ഷേ പവർ മുഴുവനും പാർട്ടി സെക്രട്ടറിക്കെതിരെ അച്യുതാനന്ദൻ്റെ കയ്യിലായിരുന്നു എല്ലാ അധികാരവും. അച്യുതാനന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ട് നായനാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പ്രവർത്തിച്ചത് മതിയെന്ന് പ്രഖ്യാപിക്കേണ്ട. അത് കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ VS മുഖ്യമന്ത്രിയായി. അപ്പോൾ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് VS അച്യുതാനന്ദൻ കേൾക്കാൻ പാടുള്ളൂ. അത്ര ശക്തമായിട്ടുള്ള രീതിയിൽ VS അച്യുതാനന്ദനെ പോലും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് പിണറായി വിജയൻ മാറും. പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വരും. പക്ഷേ അപ്പോൾ പിണറായി വിജയനെ നിയന്ത്രിക്കാൻ ആരുമില്ലാതെ ആക്കി മാറ്റി. അതെ, ആരുമില്ലാത്ത തരത്തിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി ജീവിതത്തിൽ അദ്ദേഹം അധികാരത്തിൻ്റെ കേന്ദ്രമായി മാറിത്തീരുകയും പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായിയാണ് എന്ന് സമവാക്യം എഴുതുകയും ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞ സമയത്ത് അദ്ദേഹം തന്നെ പാർട്ടി സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന പോലെയാണ് പ്രവർത്തിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ അതിൻ്റെ ഒപ്പം വെറുതെ നടക്കുന്ന സഹയാത്രികൻ മാത്രമായിരുന്നു എന്നുള്ളതാണ്. കോടിയേരി ചിരിക്കും, നല്ല രീതിയിൽ പെരുമാറും, നന്നായിട്ട് സംസാരിക്കും. പക്ഷേ കോടിയേരിക്കൊരിക്കൽ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ അധികാര മേരുവിന് മുകളിലേക്ക് വളരാനോ തൻ്റെ അധികാരം പ്രയോഗിക്കാനോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അത് വളർന്ന് പിന്നീട് അതിന് ശേഷത്തെ കഥ നമുക്കിപ്പോൾ അറിയാം. ഇത് അതായത് കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തെ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സംസ്കാരത്തെ മുഴുവൻ തച്ചുടച്ചത് പിണറായി വിജയൻ വന്നതിന് ഒരു അധികാര കേന്ദ്രത്തിൽ എല്ലാം തൻ്റെ കയ്യിൽ നിൽക്കുന്നു എന്നൊരവസ്ഥയിൽ നിന്നാണോ? പാർട്ടിയുടെ ഒരു സംസ്കാരം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം വടക്കൻ മലബാറിലൊക്കെ ഉള്ള പല പഴയ സഖാക്കളും വലിയ പിണറായി വിജയനോട് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് ഇദ്ദേഹത്തെ താഴെ ഇറക്കുക എന്നാണ് പിണറായി ഗ്രാമത്തിലെ പോലും പല സഖാക്കന്മാരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ SFIയുടെയും DYFIയുടെയും ഒരു അക്രമ രാഷ്ട്രീയമുണ്ട്. അത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരം വളർത്തിയെടുത്തതിൽ, പാർട്ടിക്കുള്ളിൽ വളർത്തിയെടുത്തതിൽ പിണറായി വിജയൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പൂർണ്ണമായും ശരിയാണ് എന്ന് നമുക്ക് വിലയിരുത്താനാവില്ല. കാരണം MP രാഘവൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് പാർട്ടിയിൽ സ്വാധീനം ചെലുത്തിയിരുന്നൊരു കാലമുണ്ട്. അന്നാണ് യഥാർത്ഥത്തിൽ MP രാഘവൻ്റെ ശിഷ്യൻ മാത്രമാണ് പിണറായി വിജയൻ. MP രാഘവനാണ് വളരെ കൃത്യമായിട്ട് ഇത്തരത്തിൽ ഉള്ള ഒരു അക്രമോത്സുകമായിട്ടുള്ള രാഷ്ട്രീയത്തെ പാർട്ടിയുടെ രാഷ്ട്രീയമായിട്ട് മാറ്റി വളർത്തി വികസിപ്പിച്ച് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനത്തിന് ഒരു മാതൃക നിർമ്മിക്കുന്നത്. ആ മാതൃകയുടെ തുടർച്ചയാണ് പിന്നീട് പിണറായി കൊണ്ടുവരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം. പക്ഷേ MP രാഘവൻ അത് ചെയ്യുന്ന കാലഘട്ടത്തിൽ അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്നതായിട്ടുള്ള എതിർ ശബ്ദങ്ങൾ പാർട്ടിക്കകത്തുണ്ടായിരുന്നു, പാർട്ടിക്കകത്ത് സാധ്യമായിരുന്നു. പക്ഷേ പിണറായിയുടെ ഒരു കാലം വന്നപ്പോൾ എതിർ ശബ്ദങ്ങൾ ഇല്ല പാർട്ടിക്കകത്തുനിന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു ശക്തിയുള്ള നേതാവ് പോലും പാർട്ടിക്കകത്ത് വേറെ ഇല്ലാത്തൊരു സ്ഥിതി വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അത് കാലത്തിൻ്റെ ഒരു വികൃതിയായിട്ട് നമുക്ക് കണക്കാക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ വളർന്നു വന്ന ആ സംസ്കാരമാണ്
പിന്നീട് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ വധമടക്കമുള്ളതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ അതിൻ്റെ തിറക്കുന്നുണ്ട്. പക്ഷേ ടി പി ചന്ദ്രശേഖരന് ശേഷം സംഭവിച്ചത് എന്താണ്? രാഷ്ട്രീയ കൊലപാതകങ്ങൾ അസാധ്യമാകുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക മാറി. അതാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം അതിക്ക് മുമ്പ് കൊലപാതകങ്ങൾ തന്നെ നടക്കും, പക്ഷേ അതിനെ സമൂഹം എതിർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല, പാർട്ടി എതിർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. ടി പിയുടെ ഈ രക്തസാക്ഷിത്വത്തിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ന്യായീകരിക്കാനായിട്ട് ആളുകളില്ലാത്ത സ്ഥിതിയായി. അത് ശരിയല്ല എന്ന് പാർട്ടിക്കകത്തും പുറത്തും എല്ലാവരും പറയുന്ന തരത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ മനസാക്ഷി മാറി. അതാണ് പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സോഷ്യൽ കോൺഷ്യൻസിനുണ്ടായ വലിയൊരു മാറ്റമാണത്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ രാഷ്ട്രീയ കൊലപാതകം നടത്താൻ പറ്റാത്ത രീതിയിലായി കേരളം. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന മലബാറായാലും തിരുവിതാംകൂറായാലും മധ്യ പ്രദേശമായി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ഇതൊന്നും സാധ്യമല്ലാത്ത രീതിയിലേക്ക് മാറി. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ കൺസെപ്റ്റിൽ വന്നിരുന്ന വലിയ മാറ്റമായിട്ടാണ് നമുക്കതിനെ കണക്കാക്കേണ്ടത്. അപ്പോൾ ഈ നേരത്തെയുള്ള ഭരണകൂടങ്ങൾ CPM-നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കിയിരുന്ന ഈ അക്രമം എന്ന സംഭവത്തിലായിരുന്നു. പക്ഷേ അഴിമതി അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അഴിമതിയിൽ നിന്ന് അകന്നു നിൽക്കാൻ അന്ന് പാർട്ടിക്ക് കഴിയുമായിരുന്നു, പക്ഷേ അക്രമികളായിരുന്നു. അപ്പോൾ അക്രമത്തിനെതിരെ, അതേപോലെ തന്നെ CIT-ൻ്റെ നോക്കൂലി, അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. സെൽഭരണം, ഇങ്ങനെയൊക്കെയുള്ള പ്രക്രിയക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഘട്ടമാണ് മുമ്പുണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണകാലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അത് മാറി അഴിമതിയിലേക്ക് തന്നെ എത്തി. ലാവലിൻ വന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ നമ്മൾ ഈ അവസാന ഘട്ടത്തിലെത്തുന്ന മകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മാസപ്പടി, സ്വർണ്ണക്കള്ളക്കടത്ത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു വൻ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കേസുകളിൽ ഒന്നിൽ പോലും പിണറായി വിജയൻ പരാജയപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ യൂസ്ലെസ് ആയിട്ടുള്ളൊരു സംവിധാനമാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്. കാരണം ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വന്നു, പക്ഷേ ഏത് ആരോപണമാണ് തെളിയിക്കപ്പെട്ടത്? ഒരാരോപണം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ളതായ എല്ലാ കാര്യങ്ങളും തെളിയിക്കപ്പെടാതെ പോയ ആരോപണങ്ങൾ മാത്രമായിട്ട് അതിങ്ങനെ കെട്ടിത്തൂങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ പലർക്കും അറിയാം ഇതിനകത്തൊക്കെ അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ളത് ശരിയാണ് എന്നുള്ളത്. പക്ഷേ തെളിയിക്കാനും ആ തെളിവിൻ്റെ പുറത്ത് അധികാരത്തിൽ നിന്ന് പിണറായി വിജയനെ പറഞ്ഞയക്കാനും കഴിയാതിരിക്കുന്നു എന്നുള്ളത്, അതായത് നീതിപീഠത്തിൻ്റെ ഭാഗത്ത് നിന്ന് പിണറായി തെറ്റാണ് എന്നുള്ളൊരു വിധി വരുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഇത്രമാത്രം അഴിമതി നടത്തിയ ഒരാളാണ് എന്ന് പറഞ്ഞാൽ പോലും ആ അഴിമതിയിൽ ഒരെണ്ണം പോലും തെളിയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നീതിപീഠത്തിന് മുമ്പിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ളത്. അതുതന്നെയാണ് പിണറായിയുടെ വിജയവും. ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. എന്നാൽ അതേപോലെ തന്നെ പക്ഷേ നരേന്ദ്രമോദിയെ പോലും ഇത്രയും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഒന്നും പറയുന്നുണ്ടായിരുന്നു. നരേന്ദ്രമോദിയേക്കാളൊക്കെ കൂടുതൽ ചീത്ത പിണറായി വിജയനെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന ആളുകൾക്കൊന്നും അദ്ദേഹത്തിനെതിരെ ഉയർത്തിയ ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ കുറ്റവാളിയായി കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ഹീറോ ആയി ഈ 80-ാം വയസ്സിലും കേരള സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിണറായി എന്ന് പറയുന്ന ഒരു ടവറിങ് പേഴ്സണാലിറ്റിയാണ് എന്ന് എല്ലാവരും പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് പക്ഷേ പറഞ്ഞു വരുന്നത് വേറൊരു അർത്ഥത്തിൽ സകലവരെയും അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് തനിക്ക് പ്രതിബന്ധമായി നിൽക്കുന്ന സകലരെയും വെട്ടിനിരത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഈ കാലങ്ങളിലെല്ലാം വളരെ സൂക്ഷ്മമായി ചെയ്തുകൊണ്ടിരുന്നതെന്നാണോ? അത് അധികാര സ്വരൂപത്തിൻ്റെ പ്രത്യേകതയാണ്. ഏത് അധികാര സ്വരൂപവും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിഷ്ഠിക്കപ്പെടണമെങ്കിൽ അവർക്കെതിരെ ഉയരുന്നതായിട്ടുള്ള ശബ്ദങ്ങളെ നിശബ്ദമാക്കിയേ പറ്റൂ. അവർക്കെതിരെ ഉയരുന്നതായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ തന്നെ വലിയ ആഘോഷമായി കൊണ്ടാടപ്പെട്ടാൽ ഭരണാധികാരിക്ക് പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും? ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു പ്രത്യേക സംവിധാനം എന്ന നിലക്ക് നമ്മളതിനെ പരിശോധിക്കേണ്ടേ. ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഈ തുടർച്ച, 10 വർഷത്തിൻ്റെ ഭരണാധികാരത്തിൻ്റെ തുടർച്ച ഇനിയും പിണറായി 3 വരും എന്ന് പറയാനായിട്ടുള്ള സാധ്യത ഇതൊക്കെ സൃഷ്ടിച്ചത് പ്രതിപക്ഷത്തിൻ്റെ പരാജയവും അതോടൊപ്പം തന്നെ ഭരണകൂട പ്രതിനിധിയായിട്ടുള്ള ഭരണകൂടത്തിൻ്റെ
മുഖമായി മാറിയ പിണറായി വിജയൻ്റെ വിജയവുമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. നമ്മളത്ര ശക്തമായിട്ടാണ് പല കാര്യങ്ങളും പിണറായി വിജയനെതിരെ സംസാരിക്കുന്നത്. പാർട്ടി CPM എന്ന് പറയുന്നതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ അദ്ദേഹത്തിന് വീണ്ടും ഒരു അധികാര സാധ്യതയുണ്ടോ? ഞാൻ പൊതുവേ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു രാഷ്ട്രീയ ധാരണയുടെയൊക്കെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് തന്നെയാണ് മൂന്നാം പിണറായി ഭരണകൂടം എന്നുള്ളത് ഞാനങ്ങനെ കരുതുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണ്, CPM തന്നെ മുന്നോട്ട് വെക്കുന്നത് അടുത്ത നേതൃത്വം ആരുടേത് എന്ന് ചോദിക്കുന്ന സമയത്ത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി അടക്കം പറയുന്നത് പിണറായി നയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പിണറായിയാണ് വീണ്ടും അധികാരത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകാനായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇത്രമാത്രം വിമർശനങ്ങൾ, ഇത്രമാത്രം ഭർസനങ്ങൾ ഒക്കെ കേട്ടിട്ടുള്ള ആ നേതാവിനെ തന്നെ അതിൻ്റെ നായകനാക്കാനായിട്ട് പാർട്ടി തയ്യാറാവുന്നു എങ്കിൽ പാർട്ടിക്ക് അതിലുള്ള കോൺഫിഡൻസ്, ആത്മവിശ്വാസം കൂടുതലാണെന്നാണ് അർത്ഥം. അത് മാറ്റി മറ്റൊരാളുടെ പേര് പറയുന്നില്ല. മറ്റൊരാളുടെ പേര് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കോൺഫിഡൻസ് പാർട്ടിക്കുമില്ല. അപ്പോൾ പാർട്ടിക്ക് പോലും ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാക്കി നിൽക്കുന്ന നേതാവാണ് പിണറായി വിജയൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പിണറായിയുടെ കാലം കഴിഞ്ഞ പാർട്ടി ഇല്ല എന്നാണോ? അങ്ങനെയാണല്ലോ പല ഘട്ടങ്ങളിലും ഈ ഏകാധിപതികൾ, സ്വേച്ഛാധിപതികൾ പറയുന്നത്. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലൂയി പവനാൽ പറഞ്ഞു അല്ലേ, അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള മഹാരഥന്മാരായിട്ടുള്ള മനുഷ്യരുടെ വാക്കുകളായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷേ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക? അസാധ്യമായ കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് പാർട്ടിയുടെ രക്ഷകൻ, കേരളത്തിൻ്റെ രക്ഷകൻ പിണറായി വിജയനാണ് എന്നതാണ്. അങ്ങനെ ആയിപ്പോയി ആ ചിന്തകളും പ്രവൃത്തികളുമൊക്കെ എന്നുള്ളതാണ്. അതിനെ എത്രമാത്രം ശക്തമായിട്ട് എല്ലാവരും കൂടി എതിർത്തിട്ട് പോലും അത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം പിണറായി വിജയൻ വലിയ വലിയ നെറികേടുകളുടെ ഒരു ആൾരൂപമാണ്, ഇദ്ദേഹം ഒരു നല്ല വ്യക്തിയല്ല എന്നുള്ള പല ധാരണകളും ജനങ്ങൾക്കുണ്ടെങ്കിലും മറ്റൊരു അർത്ഥത്തിൽ ഇദ്ദേഹമാണ് കേരളത്തെ നയിക്കാനുള്ളതെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേച്ചറുള്ള അല്ലെങ്കിൽ ആ ഒരു അധികാര പവറുള്ള മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാനായിട്ട് കോൺഗ്രസ്സിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരു പക്ഷേ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല മാച്ചിങ് ആയിരുന്നു. അത്തരത്തിലുള്ള ഒരു പവർഫുൾ ഫിഗർ കോൺഗ്രസ് ഇല്ലാത്തതാണോ പ്രശ്നം? അല്ല, പവർ എന്ന് പറയുന്നത് പവർ എവിടെയുണ്ട്? അവിടെ വോട്ട് കുത്താൻ അല്ലെങ്കിൽ ഇഷ്ടം തോന്നാൻ ജനങ്ങൾക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവം ഉണ്ടെന്നാണ്. അല്ല, മനുഷ്യർ നമ്മളിപ്പോൾ എത്ര ജനാധിപത്യ വിശ്വാസികളാണെങ്കിലും മനുഷ്യനെ എപ്പോഴും ആഗ്രഹം ഈ പറയുന്ന സ്വേച്ഛാധിപതികളെ. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോഴും നമ്മളുടെ മൂന്നാം ഭരണകൂടത്തിൻ്റെ നേതാവായി അദ്ദേഹം വരും എന്ന് കരുതപ്പെടുന്നത്. അതാണ് പ്രശ്നം. പക്ഷേ വലിയൊരു ശതമാനം ആളുകൾ അദ്ദേഹം മൂന്നാമതും അധികാരത്തിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. കോൺഗ്രസ് ആണ് അവിടെ ഒരു CPM-നകത്ത് പോലും മൂന്നാമതൊരു ഭരണം CPM വേണ്ട എന്ന് കരുതുന്ന എത്രയധികം ആളുകളുണ്ട്. കാരണം ഈ അധികാരം ദുഷിപ്പിക്കും എന്നുള്ളത്, അധികാരം അഴിമതിയുടെ ജീർണതയിലേക്ക് വലിച്ചിഴക്കും എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. CPM എപ്പോഴും തകരുന്നത് എങ്ങനെയാണ്? അധികാരത്തിലിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. അതായത് കേരളത്തിൽ ഉള്ള ഒരു ചൊല്ല് എന്ന് പറഞ്ഞാൽ CPM ദുർബലമാകണമെങ്കിൽ അവർക്ക് അധികാരം വേണം. അവരധികാരത്തിലിരിക്കുന്നവർ തന്നെ അവർ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന സമയത്ത് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് BJPയുടെ ഒരു ടാക്ടിക്സ് തന്നെ ഇതാണ്. CPM-നെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരിക, കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക. അതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ് ദുർബലപ്പെട്ട് ഇല്ലാതാക്കപ്പെടും. CPM ഇവിടെ ഇരുന്ന് നശിച്ച് ജീർണിച്ച് ഇല്ലാതാക്കപ്പെടും. ഇതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ആ കാഴ്ചപ്പാട് പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും CPM-ഉം അതേപോലെ തന്നെ BJPയും തമ്മിൽ നല്ല ഒരു റാപ്പോർട്ടുണ്ട് എന്ന് പറയും. പിണറായി വിജയനെ ഇവിടെ നിലനിർത്തുന്നതും ഈ വീണ്ടും കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് BJPയുടെ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു അവസാനം പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു പ്രായച്ചിത്തമാണോ? അതായത് കഴിഞ്ഞ കാലങ്ങളിൽ താൻ എടുത്ത പല നിലപാടുകളും അദ്ദേഹം തിരുത്തുന്നു. 2016 അദ്ദേഹം വിഴിഞ്ഞം ഒരു കാട്ടുകൊള്ളയാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ ഇപ്പോഴതാ അതിൻ്റെ പിതൃത്വം താനാണ് വികസന നായകനെന്ന് അദ്ദേഹം പറയുന്നു, പാർട്ടി നേതാക്കൾ പറയുന്നു. അപ്പം
CPM-ന് നേരത്തെ സംഭവിച്ചു പോയ വികസന വിരോധികൾ എന്ന് പറയുന്ന ഒരു മോശം ചാർത്തുണ്ടല്ലോ, അത് അവർ മാറ്റിയെടുക്കുകയാണോ മോദിയെ? അല്ല, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഒരു പ്രശ്നമാണ് ശരിക്കും. CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ തുടരണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമായ ഒരു തീരുമാനമാണത് വികസനം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും വികസനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇടതുപക്ഷം ചോദിക്കുന്ന ചോദ്യം ആരുടെ വികസനം എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ കൺസെപ്റ്റുള്ള വികസനം എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ ജീവൻ നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിലുള്ള വികസനമാണ് അവർ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നമല്ല ഇപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ളതായിട്ടുള്ള പാർട്ടി സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള വികസന കാഴ്ചപ്പാടുകളാണ്. ആ കാഴ്ചപ്പാടുകൾ മുതലാളിത്ത വികസന കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ട് ഈ മുതലാളിത്ത വികസന കാഴ്ചപ്പാടുകൾക്കൊപ്പം നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ CPM കേരളത്തിലെ അധികാരത്തിൽ തുടരാനായിട്ടുള്ള അർഹത നേടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾ തോറ്റുപോയി കഴിഞ്ഞാൽ, നിങ്ങൾ നിന്ന് മാറ്റി നിർത്തപ്പെട്ടാൽ നിങ്ങളെ പിന്നീട് ആരെങ്കിലും പരിഗണിക്കില്ല. CPM ചർച്ച ചെയ്യപ്പെടുന്നത് പോലും CPM-ന് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ടാണ്, CPM-ന് ഭരണമുള്ളതിൻ്റെ പേരിലാണ്. ഇത് വളരെ സങ്കീർണമാണ് ഈ പ്രശ്നം എന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം ത്രിപുരയിലെ മുഖ്യമന്ത്രിമാരൊന്നും കൊള്ളക്കാരായിരുന്നില്ല, അവരഴിമതിക്കാരായിരുന്നില്ല. പക്ഷേ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു പോയി. ബംഗാളിലെ സ്ഥിതി അത് തന്നെയായിരുന്നില്ലേ? ബംഗാളിലെ മുഖ്യമന്ത്രി അദ്ദേഹം ഒന്നും അഴിമതിക്കാരനൊന്നും ആയിരുന്നില്ല. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കുന്നതിൽ ആ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ ജനങ്ങളവർ പതുക്കെ തുടച്ചു മാറ്റി എന്നുള്ളതാണ് സത്യം. അതാണ് സത്യം. അതുതന്നെയല്ലേ കേരളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. 2026-ലും ജനം അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പലരും. അതെ, അതെന്ത് സംഭവിക്കും? ഇപ്പം ചെറിയൊരു ഉദാഹരണത്തിന് നമുക്കിത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആശാ അവരുടെ സമരം 100-ാം ദിവസമൊക്കെ പിന്നിട്ടിരിക്കുന്നു. ആ സമരത്തോട് ഒരു തൊഴിലാളി പാർട്ടി എടുക്കുന്ന നിലപാട് മനുഷ്യത്വപൂർവ്വമല്ലാത്തൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ പേരിൽ അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടണം എന്നത് മാത്രമാണ് നീതി. എങ്കിൽ മാത്രമേ നീതി നടപ്പിലാവുള്ളൂ. CPM-ന് ഒരു തിരിച്ചടി 3-ാം തവണ ജനങ്ങൾക്ക് മുമ്പാകെ വരുമ്പോൾ ഉണ്ടാവണം. ജനങ്ങളെന്ന് പറഞ്ഞാൽ CPM അനുഭാവികളായിട്ടുള്ള ആളുകളടക്കം ഒരു ഭരണം വേണം എന്നവർ ആഗ്രഹിക്കുന്നില്ല. അധികാരത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള സുഖങ്ങളും അനുഭവിക്കുന്നതായിട്ടുള്ള നേതൃത്വം മാത്രമാണ് വീണ്ടും ഭരണം വേണം എന്നാഗ്രഹിക്കുന്നത്. കാരണം ഈ ഭരണത്തിലിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ ഭരണത്തിന് പുറത്തിരുന്നുകൊണ്ട് ചെയ്യാൻ കഴിയും എന്ന അണികളുടെയും അതേപോലെ സമൂഹത്തിൻ്റെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഇത് വളരെ സങ്കീർണമാണ്. ആധുനിക കാലത്തെ ഈ പവർ പ്ലേ എന്ന് പറയുന്നത് നമ്മൾ ലളിതമായിട്ട് വിശദീകരിക്കുന്നത് കൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്നതല്ല. വളരെ സങ്കീർണമായിട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ ഒരുപാട് ഇഴകീറി പരിശോധിക്കേണ്ടതുള്ളതാണ്. അത് മാത്രമല്ല, അതിൽ എവിടെയാണ് ശരി, എന്താണ് ശരി, എങ്ങനെയാണത് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനും കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ആശാസമരം അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുള്ളത്. തീർച്ചയായും. കാരണം ആശാസമരം ഇവർ ആശാസമരത്തെ ഇവരെ പ്രോത്സാഹിപ്പിച്ചാലും വേറെ ഏത് പാർട്ടിയായിരിക്കാം ഇന്ത്യയിൽ അവരെ സഹായിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. കോൺഗ്രസ്സിന് എന്ത് ചെയ്യാൻ കഴിയും? കോൺഗ്രസ്സിന് ചുക്കും ചെയ്യാനായിട്ട് കഴിയില്ല. BJP അവർക്ക് അങ്ങനത്തെ കാഴ്ചപ്പാട് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഇടതുപക്ഷ മനസ്സിൽ നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റാണ് ആവശ്യപ്പെടുന്നത് ഈ സമരത്തെ പക്ഷെ അത് സഹായിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്കിത് ഒരുപാട് പരിശോധിക്കാനുള്ളൊരു വിഷയമാണ്. നമുക്ക് മറ്റൊരു ചർച്ചയിലിരിക്കാം. തീർച്ചയായിട്ടും.